എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ കൂടി വരുമ്പോൾ അവിടെ കർത്താവുണ്ട്. 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ, അത് വീടുകളിലിരുന്ന് കൂടിയാലും നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവുണ്ട്. കർത്താവ് സർവ്വവ്യാപിയാണ്. കിടക്കയിലിരുന്നാലും, കസേരയിലിരുന്നാലും, വാഹനത്തിലിരുന്ന്, ട്രെയിനിലിരുന്ന്, വിമാനത്താവളത്തിലിരുന്ന്, എവിടെയെല്ലാം ഇരുന്നാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. അതെല്ലാം കർത്താവിന് വിഷയമല്ല. നമ്മുടെ ഹൃദയമാണ് കർത്താവ് നോക്കുന്നു. നമ്മളെങ്ങനെ ഇരിക്കുന്നു, നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഒരുമിച്ച് കർത്താവിൽ ആയിരിക്കുന്നുവോ എന്ന് കർത്താവ് നോക്കുന്നു. ദൈവം നമുക്ക് തരുന്ന ഓരോ ദിവസവും അത് ദൈവം ഉണ്ടാക്കിയ ദിവസമെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ദൈവം ഉണ്ടാക്കിയ ദിവസം. ദൈവം ദിവസങ്ങളെ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കാണുന്നു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം, 2-ാം ദിവസം, 6-ാം ദിവസം. 6 ദിവസം കൊണ്ട് ദൈവം എല്ലാ പ്രവൃത്തിയും ചെയ്ത ശേഷം 7-ാം ദിവസം ശുദ്ധീകരിച്ച് സ്വസ്ഥതയിൽ പ്രവേശിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, 1-2 അധ്യായം മനോഹരമായ അധ്യായങ്ങളാണ്. എല്ലാ ദിവസവും വായിച്ചാലും പുതിയ ബലവും ഊർജവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ദൈവം ഉണ്ടാക്കിയ ദിവസങ്ങൾ നോക്കിയേ. അതിൽ 1-ാം ദിവസം വെളിച്ചമുണ്ടായി. ഓരോ ദിവസങ്ങളിലും നന്മകൾ ഉണ്ടാകണം. അപ്പം ദൈവം ഉണ്ടാക്കിയ ദിവസങ്ങൾ, അതിൽ നിന്ന് നമ്മൾ അറിയേണ്ടത് ദൈവം ഉണ്ടാക്കുന്നതെല്ലാം വെളിച്ചവും പറക്കുന്നതും കുതിച്ചോടുന്നതും സൗന്ദര്യമുള്ളതും ഫലമുള്ളതും ഏറ്റവും നല്ലതും. ഇതാണ് ദൈവം ഉണ്ടാക്കുന്നത്. ഈ ദിവസം മുതൽ, ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ പിശാച് ഉണ്ടാക്കുന്നതിനെ എല്ലാം നമുക്ക് തട്ടിക്കളയാം. ജഡം കൊണ്ടുവരുന്നതിനെ എല്ലാം നമുക്ക് അകറ്റി നിർത്താം. എന്നിട്ട് യേശു ഉണ്ടാക്കുന്നതിനെ മാത്രം സ്വീകരിക്കാം. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങ് ഉണ്ടാക്കുന്നത് മാത്രം ഞങ്ങൾക്ക് മതി. അങ്ങ് ചെയ്യുന്നതല്ലാത്ത, അങ്ങയുടേതല്ലാത്തതൊന്നും ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം വേണ്ട. കർത്താവിൽ ഏകാഗ്ര ചിത്തന്മാരായി നടക്കുന്നവർക്ക് അതിനുള്ള കൃപ ദൈവം തരും. ഹാനോക്ക് 300 വർഷം ദൈവത്തിൻ്റെ കൂടെ നടന്നില്ലേ? ഓരോ ദിവസവും ദൈവിക ദിവസങ്ങളാക്കി ഹാനോക്ക് മാറ്റിയെന്നാണ് അതിൻ്റെ അർത്ഥം. നോഹ 600-ാം വയസ്സിലൊക്കെ ദൈവത്തിൻ്റെ കൂടെ നടന്നു. അതുകൊണ്ട് ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവൻ ശക്തനായി മാറി. അതുകൊണ്ട് എല്ലാം നന്നായി ചെയ്യുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറട്ടെ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, യേശുവിലൂടെ പിതാവിന് മഹത്വമുണ്ടാകാൻ ഇന്ന് നമ്മിലൂടെ കർത്താവ് ഇടയാക്കട്ടെ. ചേർന്ന് പാടി ആരാധിക്കാം. ചിന്തയിലടങ്ങ സിന്ധു സമാനമ സന്തതം
എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. 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 കഴിഞ്ഞ ദിവസം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചില്ലേ? ആ വാക്യം ഒന്നുകൂടി നമ്മളൊന്ന് വായിക്കുകയാണ്. ലൂക്കോസ് 4:16 യേശു വളർന്ന നസറേത്തിൽ വന്ന് ശബത്തിൽ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റു. പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ തിരുവെഴുത്തുകൾക്ക് നിവർത്തി വന്നു. കാരണം ഇതുവരെ ഞാൻ വായിച്ചത് പതിവ് പോലെയുള്ള വായനയാണ്, എല്ലാവരും വായിക്കുന്നത് പോലെ. എന്നാൽ പതിവുകളെ തെറ്റിക്കുന്ന ഒന്ന് എൻ്റെ മേൽ ഇപ്പോഴുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നിരിക്കുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ശക്തിയോടെയാണ് ഞാൻ മടങ്ങി വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ സമയം ചെലവഴിച്ചതുകൊണ്ട് പതിവ് പോലെയല്ല ഇനി കാര്യങ്ങൾ പോകുന്നത്. പുസ്തകത്തിൽ എഴുതിയതെല്ലാം ഇനി നിങ്ങൾ കാണാൻ പോവുകയാണ്. യേശു ഒരു അത്ഭുതം നടക്കുന്നതിന് മുമ്പ് അത്ഭുതങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങളത് കാണാൻ പോവുകയാണ്. ഇന്ന് വരെ നിങ്ങൾ കാണാത്ത കാര്യം ഇനി മുതൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ദൈവ പൈതൽ പറയേണ്ട വാക്കുകളാണ്. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ വ്യക്തിയായതുകൊണ്ട് ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചത് ഇനി ആവർത്തിക്കപ്പെടാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ പറയുന്ന അത്ഭുതങ്ങളെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ബദ്ധന്മാരുടെ വിടുതൽ നടക്കാൻ പോകുന്നു, ബന്ധിക്കപ്പെട്ടവർ പുറത്തു വരാൻ പോകുന്നു, കുരുട്ട് കണ്ണുകൾ തുറക്കാൻ പോകുന്നു. യേശു പറയുകയാണ്. എന്നിട്ട് യേശു വീണ്ടും ആ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അതിൽ താഴോട്ട് വായിക്കുകയാണ്, ഏലിയാവിൻ്റെ കാലത്ത് ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ ഏലിയാവിനെ അയച്ചില്ല. എന്നാൽ അവിടെ പറയാത്ത ഒരു കാര്യമുണ്ട്, എന്നാൽ എന്നെ അയച്ചത് സകലർക്കും വേണ്ടിയാണ്. ഏലീശയുടെ കാലത്ത് സുറിയക്കാരനായ നയമാൻ എന്ന കുഷ്ഠരോഗി അല്ലാതെ ആരും സൗഖ്യമായില്ല. എന്നാൽ എന്നെ തൊടുന്നവരെല്ലാം സൗഖ്യമാണ്, ഞാൻ തൊടുന്നവരും സൗഖ്യമാണ്. ഇത് കേട്ടപ്പോഴാണ് ജനങ്ങൾ യേശുവിനെ പിടിച്ച് ചുമന്നുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന പട്ടണം പണിത മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. പതിവിന് വിപരീതമായി കാര്യങ്ങൾ സംഭവിക്കുന്നു. നീണ്ട അല്ലെങ്കിൽ 12-ാമത്തെ വയസ്സ് മുതൽ ഒരു 30-ാമത്തെ വയസ്സ് വരെ പതിവ് പോലെ ബൈബിൾ വായിച്ച യേശുവിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, വിശ്വാസം ഏറ്റുപറഞ്ഞപ്പോൾ, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ പതിവിന് വിപരീതമായിട്ടുള്ള ഉപദ്രവങ്ങൾ യേശുവിനെ ആരംഭിച്ചു. അതായത് ഇന്ന് വരെ നാം പോകുന്നത് പോലെ പോയാൽ ഒരു പ്രശ്നവുമില്ല കേട്ടോ. വ്യത്യസ്തമായിട്ടൊന്ന് സംസാരിക്കാമോ? ഈ അഭിഷേകം എൻ്റെ മേലുണ്ട്, എന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്, ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ എന്നിലൂടെ നടക്കാൻ പോവുകയാണ് എന്ന് ഞാനും നിങ്ങളും പറയാൻ തുടങ്ങുമ്പോൾ പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. പിശാച് ഇളകും. നമ്മുടെ മേലുള്ള അഭിഷേകത്തെ നാം ഉപയോഗിക്കുമെന്ന് പറയുന്നത് പിശാചിന് സഹിക്കാൻ കഴിയുന്നതല്ല. എന്താണ്? പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ചലിച്ചാൽ ആഴത്തിൻ്റെ മീതെ ഇരുളുള്ളിടത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടന്നു. അതാണ് ഉൽപ്പത്തി 1. ഇതുപോലെ പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും ചലിച്ചാൽ അവിടെ മരിച്ചവർ ഉയർക്കും,
ബന്ധനങ്ങൾ അഴിയും, ശാപങ്ങൾ മാറും, പിശാചിന്റെ ചരക്കുകളെല്ലാം പുറത്തെറിയപ്പെടും. തോബിയാവ് ദേവാലയത്തിൽ അവന് തന്നെ ഒരു അറയുണ്ടാക്കിയതായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. നെഹമ്യാവ് ഇത് അറിഞ്ഞിട്ട് തോബിയാവിൻ്റെ വീട്ടു സാമാനങ്ങളെല്ലാം എടുത്ത് ദേവാലയത്തിലെ അറയിൽ നിന്ന് പുറത്തെറിഞ്ഞിട്ട് ആ അറയ്ക്കകത്ത് എന്തെല്ലാം വെക്കണമോ അതെല്ലാം തിരിച്ചു വെച്ച ചരിത്രം നെഹമ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. ഇതുപോലെ പിശാചിൻ്റെ ചരക്കുകളെ എല്ലാം പുറത്തെറിയുന്ന നെഹമ്യാവുമാരായിട്ട് ആത്മാവിൽ നിറഞ്ഞ് നാം എഴുന്നേൽക്കണം. എന്തെല്ലാം ചരക്കുകളാണ് പിശാച് അല്ലെങ്കിൽ തോബിയാവ് ദേവാലയത്തിൽ കൊണ്ടുവന്ന് നിറച്ചത്? അവൻ്റെ കുറേ ചരക്കുകൾ. ഇതുപോലെ ഇന്ന് നാം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മളാകുന്ന ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് പിശാച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ചരക്കുകളെ പുറത്തെറിയുന്ന നെഹമ്യാവായിട്ട് നാം എഴുന്നേൽക്കണം. നാം വിശ്വസിക്കണം, ഇല്ല, പിശാചിൻ്റെ ചരക്കുകൾ ഇനി ഈ ആലയത്തിൽ ഞാൻ അനുവദിക്കില്ല. രോഗം പിശാചിൻ്റെ ചരക്കാണ്. ഡിപ്രഷൻ, ഉറക്കമില്ലായ്മ പിശാചിൻ്റെ ചരക്കാണ്. പുറത്തെറിയണം, വലിച്ചെറിയണം. ആരോഗ്യ പ്രശ്നങ്ങൾ വലിച്ചെറിയണം. ദേഷ്യം, അത് ജഡത്തിൻ്റെ സ്വഭാവമെന്ന് പറഞ്ഞ് അതിനെ നമ്മൾ ആത്മീകവൽക്കരിക്കരുത്. അതിനെ പുറത്തെറിയണം. ദൈവികമല്ലാത്തതിനെ എല്ലാം പുറത്തെറിയാനുള്ള ഒരു തൻ്റെ ഇടം, ഒരാത്മിക തൻ്റെ ഇടം ഒരു വിശുദ്ധനുണ്ടായിരിക്കണം, ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം. നാം അതിനുവേണ്ടി അഭിഷേകം പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഓരോ വ്യക്തികളെ ശ്രദ്ധിച്ചോ, അവർ പിന്നീട് പഴയതുപോലെയല്ല സംസാരിച്ചത്, അവർ വ്യത്യസ്തമായിട്ടാണ് സംസാരിച്ചത്. ഭീരുവായിരുന്ന ഗിദെയോൻ, അതുവരെ അവൻ ഭീരുവായിരുന്നു. എന്നാൽ പരാക്രമശാലി എന്ന് വിളിച്ച വിളിയിൽ ആ സമയത്ത് ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ അവനുണ്ടായപ്പോൾ അതോടുകൂടി അവൻ ആളുമാറി. ദൈവം അവനെ ധൈര്യശാലിയാക്കി മാറ്റി. അതായത് കയ്യിലൊരു വാള് പോലും ഇല്ലാതെ ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ ഒരു പന്തവും ഒരു കുടവും ഒരു കാഹളവുമായി ഇറങ്ങിത്തിരിച്ച 300 പേരുടെ ലീഡറായി ഗിദെയോൻ നിന്നു. മിദ്യാന്യരെ ഒരു രാത്രി കാഹളമൂതി കുടമുടച്ച് പന്തമുയർത്തി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാളെന്ന് ആർത്ത് വിളിക്കുവാൻ ദൈവം പറഞ്ഞ ആ പദ്ധതി പോലെ ഗിദെയോൻ അവരെ ട്രെയിൻ ചെയ്തു. രാത്രി സൈന്യങ്ങളുടെ നടുവിലേക്ക് ആ പട്ടാളക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ, നീണ്ട വർഷങ്ങൾ ഈ രാജ്യത്തെ ഇസ്രായേൽ ജനങ്ങളെ നശിപ്പിച്ച ആ വലിയ പട്ടാളത്തിൻ്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഗിദെയോന് പേടിയില്ലായിരുന്നു. ഏറ്റവും വലിയ ഭീരുവായിരുന്നു. പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആള് മാറി. വലിയ ജയമെന്നുണ്ടായി. ശത്രുക്കൾ തമ്മിലടിച്ചു മരിച്ചു. കയ്യിൽ വാള് പോലുമില്ലാത്ത ഗിദെയോനും കൂട്ടരും വന്ന് വലിയൊരു ജയം പ്രാപിക്കാനിടയായി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ദൈവവൈതൽ അറിയണം, ദൈവം ഒരുവനെ തൊട്ടാൽ, ദൈവം ഒരുവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നാൽ അവൻ പിന്നെ പഴയ വ്യക്തിയല്ല. യേശു പറഞ്ഞു, ഇതെല്ലാം ഇപ്പോൾ ഈ അഭിഷേകം എൻ്റെ മേലുണ്ട്. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാൻ പോകുന്നേ ഉള്ളൂ. പണ്ട് നടന്നത്, ഗിദെയോന് പറയാനുള്ളത്, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നടന്ന അത്ഭുതം എവിടെ? എന്നാൽ യേശു വന്നിട്ട് പറയുന്നു, പിതാക്കന്മാരുടെ കാലത്ത് നടന്ന അത്ഭുതമല്ല, അതിലും വലിയത്. നഥനിയേലിനോട് പറയാണ്, ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞ പ്രവചനം കേട്ട് നീ ഞെട്ടുന്നുവോ? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴെ ഇരിക്കുമ്പോൾ നിന്നെ കണ്ടെന്ന് പറഞ്ഞതാണോ വലിയ കാര്യം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതുണ്ട്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ പറയുന്നു, നഥനിയേലേ, അതിനേക്കാൾ വലിയത് നീ കാണും. ആത്മാവിൽ നിറഞ്ഞൊരു വ്യക്തി പണ്ടുണ്ടായ വലിയ കാര്യങ്ങളെ മാത്രമല്ല ഓർക്കുന്നത്, പണ്ട് ഉണ്ടായ അത്ഭുതങ്ങളെക്കാൾ വലിയത് ഈ അന്ത്യകാലത്ത് നടക്കും. ഇതാണ് അപ്പോസ്തലനായ പത്രോസും പറയുന്നത്.
അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും. ഞങ്ങൾ ഈ പറയുന്നത് പുതുവീഞ്ഞ് കുടിച്ചത് കൊണ്ടല്ല. ഇത് 3 മണി നേരമേ ആയിട്ടുള്ളൂ. മദ്യപിക്കുന്നവർ രാത്രിയിലാണ് മദ്യപിക്കുന്നത്. ഇത് പകൽ സമയമാണ്. ഇത് യോവേൽ പറഞ്ഞതാണ്. അന്ത്യകാലത്ത് എല്ലാവരും വിടുതൽ പ്രാപിക്കും. എല്ലാവരുടെ മേലും ഒരു ആത്മപകർച്ചയുണ്ടാകും. സകലരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. യൗവനക്കാർ, കുട്ടികൾ എല്ലാവരും പ്രവചിക്കും. വൃദ്ധന്മാരെയും വിടുകയില്ല, അവർക്കും വലിയ ഭാവി സ്വപ്നങ്ങൾ ഉണ്ടാകും. എല്ലാവരുടെ മേലും ഞാൻ ആത്മാവിനെ പകരും, വലിയ അത്ഭുതങ്ങൾ നടക്കും എന്ന് യോവേൽ പറഞ്ഞതിൻ്റെ നിവൃത്തി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന അന്നാണ് സംഭവിച്ചത്. പുതിയ നിയമസഭയിലെ ഓരോ വ്യക്തികളും അറിയണം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു വ്യക്തി, ആ വ്യക്തിയിൽ നടക്കുന്നത് പതിവിന് വിപരീതമായ അത്ഭുതങ്ങളായിരിക്കും. അത് ഇന്ന് വരെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തത്. ഇതാ യേശു കടൽക്കരയിലേക്ക് ചെല്ലുമ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ തിക്കും തിരക്കും കാരണം ഒരു പടകിലേക്ക് കയറാൻ യേശു ആഗ്രഹിച്ചു. ആ പടകിൽ കയറിയിട്ട്, ആ വള്ളത്തിൽ കയറിയിട്ട്, ഈ വള്ളം അല്പം ഒന്ന് നീക്കാമോ, കടലിലേക്ക് നീക്കാമോ? ആ വള്ളത്തിൻ്റെ ഉടമസ്ഥൻ സമ്മതിച്ചു. വാസ്തവത്തിൽ ആ വള്ളത്തിൻ്റെ ഉടമസ്ഥൻ ഉറങ്ങിയിട്ടില്ല, നിരാശനാണ്. വീട്ടിലേക്ക് വെറും കൈയോടെ എങ്ങനെ പോകുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ മഹാപാപിയാണെന്ന് താൻ തന്നെ പറയുന്നു. എന്നാൽ യേശു ആ വള്ളത്തിലേക്ക് കയറി. പതിവായിട്ട് അവൻ എന്തെങ്കിലും രാത്രി മുഴുവൻ അധ്വാനിക്കുമ്പോൾ കിട്ടുന്നതാണ്. എന്നാൽ പതിവിന് വിപരീതമായിട്ട് അവനൊന്നും കിട്ടിയില്ല. അവിടെയാണ് യേശു ആ വള്ളത്തിൽ കയറുന്നത്. നോർമലായിട്ട് കാര്യങ്ങൾ പോകുന്ന ചില വീടുകളുണ്ട്, എന്നാൽ സാധാരണ രീതിയിൽ പോലും കാര്യങ്ങൾ പോകുന്നില്ല. എല്ലാ വഴികളും അടയുന്നു. എല്ലാ തരത്തിലും എവിടെ വീശിയിട്ടൊന്നുമില്ല, വലിച്ചു കയറ്റാൻ ഒന്നുമില്ല. എറിയാൻ വലകളുണ്ട്, വീശാൻ വലകളുണ്ട്, വലിച്ചു കയറ്റുന്നതെല്ലാം ശൂന്യതയാണ്. ഇത് പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. വളരെയധികം പഠിച്ചു, ജോലി ഉദ്ദേശിച്ചത് കിട്ടിയില്ല. കുടുംബജീവിതത്തിലും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ല. ബിസിനസ്സിലും വലിച്ചു കയറ്റിയതെല്ലാം കടവും പരാജയവും ജപ്തിയുമാണ്. കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോവുക, പതിവ് തെറ്റുക. പതിവായിട്ടൊരു ഇൻകം ഉണ്ടല്ലോ, അതില്ല. പതിവായിട്ട് നടക്കേണ്ടത് നടക്കുന്നില്ല. പതിവുകളെല്ലാം തെറ്റിപ്പോകുന്നു. അവിടെയാണ് പതിവിന് വിപരീതമായി ഒരുവൻ ആ വള്ളത്തിൽ കയറി. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും ചരിത്രം. നമ്മുടെ പതിവുകളെല്ലാം തെറ്റുമ്പോൾ, ആരും സഹായിക്കാനില്ലാത്തപ്പോൾ, ഒരുവൻ അത് കാണുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ അറിയണം. കഴിഞ്ഞ ദിവസം 38 വർഷമായിട്ട് കിടന്ന ഒരുവനെ കുറിച്ച് വായിച്ചു. ഇന്ന് നമ്മൾ പത്രോസിന്റെ ചരിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ചിന്തിക്കുന്നത്. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ പുരുഷാരത്തോട് സംസാരിച്ച് തീർന്ന ശേഷം യേശു ശീമോനോട് പറഞ്ഞു. പുരുഷാരത്തോട് സംസാരിച്ചു തീർന്നു. യേശുവിന് തൻ്റെ വായിൽ ഉള്ള വചനം മുഴുവനും സ്വർഗീയ വചനങ്ങൾ കൊടുത്ത ശേഷമാണ് യേശുവിന് ചിലതൊക്കെ നമ്മോടും പറയാനുള്ളത്. അപ്പോൾ യേശുവിന് തൻ്റെ വചനം പറയാൻ സൗകര്യമുണ്ടാക്കി കൊടുത്തവനാണ് ആര്? ശീമോൻ. യേശു ഈ വലിയ പുരുഷാരത്തിന് ആലോചനകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ജനങ്ങൾ സൗകര്യത്തോടുകൂടി ഇരുന്ന് കേട്ടതിൻ്റെ കാരണം ഒരുവൻ പുറകിൽ അതിനുവേണ്ടി തുഴഞ്ഞ് വില മുടക്കി നിന്നു. അവൻ ഈ വചനങ്ങൾ ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ. അപ്പോൾ അന്നത്തെ ആ പ്രസംഗം, പുരുഷാരം താൻ താൻ്റെ വീട്ടിലോട്ട് പോയെങ്കിലും പത്രോസിന്
തൻ്റെ വീട്ടിലോട്ട് പോകാൻ കഴിയില്ല. യേശുവിന് 10,000 ജനങ്ങളോട് പ്രസംഗിക്കുന്നതിനേക്കാൾ പത്രോസിന് വേണ്ടി പ്രസംഗിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ജനങ്ങൾ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെയാണ് വചനത്തെ സ്വീകരിക്കുന്നത്. അത് ഞെരുങ്ങിപ്പോകുന്നു. പാറസ്ഥലത്ത് വീണ വിത്ത് പോലെ, അല്ലെങ്കിൽ വഴിയറമ്പത്ത് വീണത് പോലെ. എന്നാൽ ആ വള്ളത്തിൽ ഇരുന്നു കൊണ്ട് യേശു വചനം പറഞ്ഞപ്പോൾ നല്ല നിലത്ത് വിത്ത് വീണു. അത് പത്രോസിന്റെ, ശീമോന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് യേശു അവനോട് പറയുന്നത്, നീ ബെറയോന ശീമോൻ, നീ പത്രോസാകും. വചനം ശരിയായി അകത്ത് വീണാൽ ഏത് ആടുന്നവനും ഉറപ്പുള്ള പാറക്കല്ല് പോലെയാകും. ഏത് വ്യക്തിയെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ് ദൈവവചനം. ഏത് തകർന്നതിനെയും ഏത് ശൂന്യതയുള്ളതിനെയും പണിതെടുക്കാൻ കഴിയുന്നതാണ് യേശു കർത്താവിൻ്റെ വചനം. പൊതുവായി പുരുഷാരങ്ങൾ വചനം കേൾക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ഉദ്ദേശം ഈ വള്ളത്തിൽ കയറിയത് അല്ലാതെയും കർത്താവിന് പ്രസംഗിക്കാം. എന്നാൽ ഇവനെ തേടിയാണ് കർത്താവ് ഈ വെള്ളത്തിൽ വന്നത്. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയില്ല, എന്നാൽ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വലിയ മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി, വള്ളം മുങ്ങുമാറായി. അടുത്തുള്ള സഹോദരങ്ങളെ അല്ലെങ്കിൽ മീൻപിടുത്തക്കാരെയും കൂടി വിളിച്ചു. അത് യാക്കോബിൻ്റെ യോഹന്നാൻ്റെയും വള്ളമായിരുന്നു എന്ന് പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് നിറച്ചു. ഒരു ഓവർഫ്ലോ. ഒരിക്കലും അവൻ ഇതുപോലൊരു മീൻപിടുത്തം ലഭിച്ചിട്ടില്ല. എത്രയോ വർഷമായി ഈ കടലുമായി പരിചയമുള്ള ശീമോൻ ആദ്യമായിട്ടാണ് പതിവിന് വിപരീതമായി, അതായത് അവൻ്റെ ആയുസ് മുഴുവനും കിട്ടിയ മീൻ അതിനേക്കാൾ കൂടുതൽ ഒരു ദിവസം കൊണ്ട് കൊടുത്തു. ഇതാണ് കർത്താവ്. നീ നിന്റെ ആയുസ് കൊണ്ട് മുഴുവനും അധ്വാനിച്ചിട്ടും നിനക്ക് കിട്ടാത്തത് ഒറ്റ വലയിറക്കിൽ തരുവാൻ കഴിവുള്ളവനാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് അറിയണം. ഇത്രയും വർഷം അധ്വാനിച്ചിട്ടും മിച്ചമില്ലല്ലേ? കടം, ഞെരുക്കം, ഒത്തിരി പേർക്ക് കൊടുക്കാനുണ്ട്, ബാധ്യതയുടെ മുകളിൽ ബാധ്യത, ഒരു വീട് വെക്കാൻ പറ്റിയില്ല, ഒരു വാഹനമില്ല, വീട്ടിലെ ചെലവുകൾ പോലും വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നവരുണ്ടല്ലേ? ഒരായുസ് കൊണ്ട് മുഴുവനും നിനക്ക് സമ്പാദിക്കാൻ കഴിയാത്തത് ഒറ്റ വാക്കുകൊണ്ട് ചെയ്യാൻ കഴിവുള്ളവനിൽ ആശ്രയിക്കുന്ന ആശ്രയമാണ് വിശ്വാസ ജീവിതം. ബൈബിളിൽ ഏറ്റവും ശക്തിയേറിയ വാക്ക്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ, കർത്താവിൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ വർഷങ്ങളായി കാണാത്ത നന്മകൾ ആ വ്യക്തി കണ്ടിരിക്കും. ഇത് വിശ്വസിക്കുക. ഈ വചനം വിശ്വാസയോഗ്യമാണ്. പതിവിന് വിപരീതമായി നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കും. പതിവിന് വിപരീതമായി നിന്റെ കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകും. പതിവിന് വിപരീതമായി നിന്റെ കടങ്ങൾ പെട്ടെന്ന് വീടും. പതിവിന് വിപരീതമായി പുതിയ വഴികൾ തുറക്കും. പതിവിന് വിപരീതമായി പുതിയ വ്യക്തികൾ നിന്നെ തേടി വരും. പതിവിന് വിപരീതമായി ദൈവം വലിയ പ്രവർത്തികൾ ചെയ്യുമെന്ന് തന്നെ നമുക്ക് കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ വചന ധ്യാനം കേട്ടവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു മാറ്റത്തിൻ്റെ ദിവസമായി ഇന്നത്തെ ദിവസം മാറട്ടെ. ഇന്ന് വരെ പോയതുപോലെയല്ല, വ്യത്യസ്തമായ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമായി, വള്ളം നിറയുന്ന, വല നിറയുന്ന, ജീവിതത്തിൻ്റെ ശൂന്യതകൾ മാറുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം തീരട്ടെ. ഒരു ദൈവപ്രവൃത്തി മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരം ചലിക്കണമേ. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. പതിവിന് വിപരീതമായി അത്ഭുതങ്ങൾ ഈ വീട്ടിൽ ആരംഭിക്കട്ടെ. പതിവിന് വിപരീതമായി വലിയ സ്വസ്ഥതകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.
കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ നമുക്ക് വേരൂന്നാം. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒരുമിച്ച് നമുക്ക് കൂടണം. ഗോഡ് ബ്ലെസ് യു.